ഹലോ, നമ്മുടെ ആപെക്സിന്റെ ഫേസ് 2 വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫേസ് 1 ഇപ്പൊ നിലവിലുള്ള ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ അത് ഫേസ് 2 ബാധിച്ചിട്ടില്ല. മാത്രമല്ല, ഫേസ് 1 നിന്ന് അവിടെയുള്ള ബാലൻസ് ഡോളർ ഓരോ ആഴ്ചയും 10% വെച്ച് ഫേസ് 2 അപെക്സ് ആയിട്ട് നമുക്ക് മാറ്റാനും അത് ഫേസ് 2 സ്റ്റേക്ക് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏപ്രിൽ 1 മുതൽ അത് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഫേസ് 1 അത് ഡോളറായിട്ടും അതുപോലെ INR ഒക്കെ ആയിട്ട് മാറ്റാനുള്ള ഓപ്ഷൻ വീണ്ടും വരുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പൊ നമുക്ക് ഫേസ് 2 നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഫേസ് 2 തുടങ്ങിയ സമയത്ത് ഒക്കെ ആപെക്സിന് നല്ല വില ഉണ്ടായിരുന്നു, 25-30 എല്ലാം ഉണ്ടായിരുന്നു. അതേ സമയത്ത് ഇപ്പോൾ വില കുറവാണ്, നല്ല കുറഞ്ഞിരുന്നു. 3 സെന്റിലേക്കൊക്കെ വന്നിരുന്നു, ഇപ്പൊ ഒരു 5 സെന്റിലേക്ക് വന്ന് കൂടിയിട്ടുണ്ട്. ഇനിയും അത് കൂടി വരാനാണ് ചാൻസ്. അപ്പൊ നിലവിലെ അവസ്ഥയിൽ ഫേസ് 2 ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോ ഫേസ് 2 പ്ലാന് കണ്ടില്ലേ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 120 അപെക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ് 2 ചെയ്യാൻ പറ്റും. അപ്പൊ 4 സെന്റ് എന്ന് പറയുമ്പോൾ, ഒരു അപെക്സിന് 4 സെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 120 അപെക്സ് ആണ് ഏറ്റവും ചുരുങ്ങിയത്. 120 × 4 ഇപ്പൊ 5 ആയിട്ടുണ്ട്. 5 നോക്കാം, 600 രൂപ, ഏകദേശം ഒരു 600 രൂപ, ഒരു 600 കറക്റ്റ് 600 നമുക്ക് ആക്കേണ്ട, ഒരു 700 അല്ലെങ്കിൽ ഒരു 1000 എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 800-1000 രൂപക്കുള്ള ഒരു അപെക്സ് നമുക്ക് മേടിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. വളരെ സിമ്പിളാണ്. 1.3 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഓരോ ദിവസവും അതിന്റെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 1.3 അപെക്സ് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അത് ശനി ഞായറൊന്നുമില്ല, എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. പിന്നെ 1 ഇയർ 2 ഇയർ അങ്ങനെ അതിന്റെ ലിമിറ്റും ഇല്ല, ലൈഫ് ടൈം ആയിട്ടും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിപ്പോ കണ്ടില്ലേ, ഇപ്പൊ 5 സെന്റ് ആകുമ്പോൾ 600 രൂപയൊക്കെ വരുന്നുള്ളൂ ഒരു 120 അപെക്സിന്. അതേസമയം ഇപ്പൊ ഫേസ് 2 തുടങ്ങിയ സമയത്ത് ഈ 120ന്റെ പ്ലാൻ ചെയ്ത ആളുകൾ അന്ന് വില വളരെ കൂടുതലായിരുന്നു. ഇന്ന് 20 സെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. 20 സെന്റ് പറയുമ്പോൾ ഉണ്ടല്ലേ 2400 രൂപ, 2400 രൂപ ഒക്കെ കൊടുത്തിട്ട് അപെക്സ് മേടിച്ച് സ്റ്റേക്കിങ് തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. 10 ആയിരുന്ന സമയത്ത് ഉണ്ടല്ലോ 1200 രൂപ കൊടുത്തിട്ട് സ്റ്റേക്ക് ഒക്കെ തുടങ്ങിയ ആളുകളുണ്ട്. അതേസമയം ഇപ്പൊ വില കുറഞ്ഞതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പം സ്റ്റേക്കിങ്ങിന്റെ ഓപ്ഷനിലേക്ക് വരുന്ന ആളുകൾക്ക് നല്ല സുഖമാണ്. ഏകദേശം ഒരു 600-700 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റും. 120ന്റെ ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ 50 ബേൺ ആയി പോവും, 70 സ്റ്റേക്കിങ്ങിലേക്ക് വരും. 70ന്റെ പ്രോഫിറ്റ് ഡെയിലി 1.36 അപെക്സ് വെച്ചിട്ട് എല്ലാ ദിവസവും വരും. രണ്ടാമത്തെ പ്ലാൻ 240 ആണ്, 100 ബേൺ ആയി പോവും, 140 സ്റ്റേക്കിങ്ങിലേക്ക് വരും. 140 സ്റ്റേക്കിങ്ങിന്റെ പ്രോഫിറ്റ് 2.73 എല്ലാ ദിവസവും വരും. ശനി ഞായർ എന്നോ മറ്റോ യാതൊരു വ്യത്യാസമില്ല, എല്ലാ ദിവസവും വരുന്നുണ്ട്. 600 എടുക്കുകയാണെങ്കിൽ 250 ബേൺ ആയി പോകും, സ്റ്റേക്ക് 350 ആണ്, 6.82 അപെക്സ് വെച്ചിട്ട് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ 1200ന്റെ പ്ലാൻ ആണ്, 500 ബേൺ ആയി പോകും, 700 സ്റ്റേക്കിങ്ങിലേക്ക് വരും. 700ന്റെ പ്രോഫിറ്റ് ഓരോ ദിവസവും 13.65 അപെക്സ് വെച്ചിട്ട് കിട്ടും. 2400 ആണെങ്കിൽ 1000 ബേൺ ആയി പോവും, 1400 സ്റ്റേക്കിൽ വരും. ഓരോ ദിവസവും 27.35 അപെക്സ് കിട്ടും. 6000 ആണെങ്കിൽ 2500 ബേൺ ആവും, 3500 സ്റ്റേക്ക് ചെയ്യും. അതിന്റെ പ്രോഫിറ്റ് 68.25 വെച്ച് ഓരോ ദിവസവും കിട്ടുന്നതാണ്. 12000 ആണെങ്കിൽ 5000 ബേൺ ആയി പോകും, 7000 ആണ് സ്റ്റേക്കിങ്ങിലേക്ക് വരുന്നത്. 136 വെച്ച് അപെക്സ് എല്ലാ ദിവസവും കിട്ടും. പിന്നുള്ള പ്ലാൻ 24000 ആണ്, മാക്സിമം അതാണ് നിലവിലുള്ളത്. 10000 ബേൺ ആയി പോകും, 14000 സ്റ്റേക്കിങ്ങിലേക്ക് വരും. 273 അപെക്സ് വെച്ച് ഓരോ ദിവസവും കിട്ടുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശനി ഞായർ വ്യത്യാസമൊന്നുമില്ല, എല്ലാ ദിവസവും. ഇതിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഈ വീഡിയോന്റെ കൂടെ കൊടുക്കാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് ആണ് നമുക്ക് വരുന്നത്. ട്രസ്റ്റ് വാലറ്റിലായിട്ട് നേരിട്ട് കണക്ഷൻ നമുക്ക് വേണം.
ട്രസ്റ്റ് വാലറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവണം. ട്രസ്റ്റ് വാലറ്റ് ഉള്ള ആളുകൾക്കാണിത്. പിന്നെ ട്രസ്റ്റ് വാലറ്റിൽ BSന്റെ അഡ്രസ്സ് നമ്മൾ എടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ, കൺട്രി, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാസ്വേഡ് കൊടുക്കുക. രണ്ട് പ്രാവശ്യം പാസ്വേഡ് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ BSc അഡ്രസ്സാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. BSc അഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യാം. ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാസ്കോഡും എല്ലാം കൊടുത്ത് ഓപ്പൺ ആക്കുക. എന്നിട്ട് മുകൾ അപെക്സോടെ മുകളിൽ APX കാണുന്നുണ്ടല്ലോ, ഈ APX എന്നുള്ളതാണ് നമ്മുടെ അപെക്സിന്റെ ചിഹ്നം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇതിലിപ്പോൾ പ്രോഫിറ്റ് വന്നതൊക്കെ കൂടെ കാണുന്നുണ്ട്. ഇതിൽ റിസീവ് എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. റിസീവിന്റെ അഡ്രസ്സാണ് നമ്മൾ എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റിസീവിന്റെ അഡ്രസ്സാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഈ റിസീവ് അഡ്രസ്സാണ് എടുക്കേണ്ടത്. റിസീവ് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ അഡ്രസ്സ്, ഇതാണ് BSc അഡ്രസ്സ് വരുന്നത്. ഇത് നമ്മളിവിടെ കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് നേരെ പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതാ ഇവിടെ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത്രയാണ് ഇത് ചെയ്യാനുള്ളത്. പിന്നെ ബാക്കി ഇതെല്ലാം ഫില്ല് ചെയ്യുക. ഇനി ട്രസ്റ്റ് വാലറ്റിൽ നമുക്ക് പിന്നെ ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഉദാഹരണത്തിന് ആദ്യമായിട്ട് ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്ത ആളുകൾക്ക് പിന്നെ ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന APX, BNB ഇതൊന്നും ഇവിടെ കാണൂല. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് ഒരു സെർച്ചിനുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. അത് അവിടെ സെർച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ APX എന്നടിക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ APX, BNB, സ്മാർട്ട് ചെയിന്, അടിയിൽ അപെക്സ് ടോക്കൺ, ഇതെല്ലാം എഴുതി കാണുന്നുണ്ടാവും കംപ്ലീറ്റ്. അത് മുഴുവനും വരും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കിട്ടും. എന്നിട്ട് റിസീവ് എടുക്കുക. റിസീവിൽ നിന്ന് അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഓക്കെ, ഇത്ര ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളാണ്. ഏത് അറിയാത്ത ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇവിടെ കൊണ്ടുവന്ന് ഇത് പേസ്റ്റ് ചെയ്യുക, ബാക്കി ഫില്ല് ചെയ്യുക, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. ഈ ലിങ്ക് വഴി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ കൂടെ മറ്റേ ഇതും കൂടെ കാണിച്ചു തരാം. ഫേസ് 2ൽ ഇപ്പം അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ BSc അഡ്രസ്സ് ഇവിടെ ചോദിക്കും. അഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഫേസ് 2ന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇവിടെ ഇപ്പം ചെയ്തിട്ടുള്ളത് 600ന്റെ പ്ലാനാണ്. 600ന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും പിന്നെ 350 ഇവിടെ സ്റ്റേക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 350 സ്റ്റേക്ക് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ബേൺഡ് 250 250 ബേൺ ആയിപ്പോയി. അപ്പൊ ഈ 350ന്റെ റിവാർഡാണ് നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്നത്. ആ 350ന്റെ റിവാർഡ് നമുക്ക് പിന്നെ കാണാൻ പറ്റും. പിന്നെ നമ്മളെ BSc അഡ്രസ്സ് ഇവിടെ കാണുന്നുണ്ട്, പേര് കാണുന്നുണ്ട്, നമ്മുടെ ഫേസ് 1 ID കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഫേസ് 1 ലിങ്ക് ചെയ്ത ആളുകളാണിത്. ഫേസ് 1 ലിങ്ക് ചെയ്യാത്ത ആളുകൾക്ക് ഈ പിന്നെ ഫേസ് 1ന്റെ ഈ ID മാത്രമേ കാണാതിരിക്കുള്ളൂ, ബാക്കിയെല്ലാം കാണും. ഓക്കെ, ഇതിൽ വരുന്ന ഓരോ ദിവസം വരുന്ന റിവാർഡാണ് ഇവിടെ കാണുന്നത്. ഓരോ ദിവസം വരുന്ന അപെക്സ് ടോക്കൺ, അതിന്റെ പ്രോഫിറ്റ് അതാണ്. അപ്പൊ ഈ മുകളിൽ പറഞ്ഞ 350ന്റെ പ്രോഫിറ്റ് ആണ് ഈ 69 എല്ലാ ദിവസവും വരുന്നത്. ഓക്കെ, ഇതിൽ ഈ 69.125 അപെക്സ് ഇതിൽ കറണ്ട് ബാലൻസ് ഉണ്ട്. അതിന്റെ താഴെ വ്യൂ ആൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും വരുന്നത് കാണാം. കണ്ടോ, 25, 26, 27, 28, 29 ഓരോ ദിവസവും വരുന്നതിന്റെ നമുക്ക് കാണാം. 6.82 അവിടെ നമ്മൾ പറഞ്ഞ 600 അപെക്സ് സ്റ്റേക്ക് ചെയ്യുമ്പോൾ 600 അപെക്സിന്റെ പ്ലാൻ എടുത്ത് അതിൽ സ്റ്റേക്കിംഗ് വരുന്ന 350 അത് സ്റ്റേക്ക് ചെയ്ത ആളുകൾക്കുള്ള പ്രോഫിറ്റ് ആണ്. 6.82 വെച്ചിട്ട് എല്ലാ ദിവസവും വരുന്നുണ്ട്. ഓക്കെ, എല്ലാം കറക്റ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്, എല്ലാം കാണിക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, ഇതിലിപ്പം ഗ്രീനിൽ കാണുന്നതാണ് നമുക്ക് ഓരോ ദിവസം വരുന്നത്. ഇതിലിപ്പോ 41 റെഡ് കാണുന്നല്ലേ, ഇത് ഞാൻ വിഡ്രോ കൊടുത്തതാണ്. അതെന്നാ കൊടുത്തത്? 19-ാം തീയതി വിഡ്രോ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമുക്ക് വിഡ്രോ കൊടുക്കാം. 10 അപെക്സിന്റെ മുകളിൽ എത്ര വന്നാലും നമുക്ക് വിഡ്രോ കൊടുക്കാം. അത് നമ്മൾ നേരത്തെ കൊടുത്ത BSc അഡ്രസ്സിലേക്ക് നമുക്ക് അവിടെ വന്ന് കിടക്കും. അങ്ങനെയാണുള്ളത്.
ഇപ്പൊ ഇവിടെ കണ്ടോ 41 വിഡ്രോ കൊടുത്തിട്ടുണ്ട്. ആ 41 കഴിഞ്ഞിട്ട് വീണ്ടും ഇത് പ്രോഫിറ്റ് വന്നത് ടോട്ടൽ ഇപ്പം 69.125 അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഓപ്ഷന് നമ്മൾ ഈ 3 പേരാണ് ഓപ്ഷൻ. ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്കെല്ലാം കാണാൻ കഴിയും. നമുക്ക് ഇതില് വിഡ്രോവലിന്റെ ഇവിടെ തന്നെ കാണാം 69 താഴെ ഉണ്ടോ ടോട്ടൽ വിഡ്രോ. ഞാനിത് ഈ ഓപ്ഷൻ എടുത്തതിന് ശേഷം 350 നമ്മൾ സ്റ്റേക്ക് ചെയ്തത്. ഇപ്പോൾ തന്നെ ഓൾറെഡി 238 അപെക്സ് ഞാൻ വിഡ്രോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 238 അപെക്സ് ഓൾറെഡി വിഡ്രോ എടുത്ത് കഴിഞ്ഞു. 238 അപെക്സ് വിഡ്രോ എടുത്ത് കഴിഞ്ഞു. അതിന്റെ താഴെ കണ്ടില്ല 350 നമ്മുടെ ക്യാപിറ്റൽ. ആ 350 അപെക്സ് അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ പ്രോഫിറ്റ് ആണ് വരുന്നത്. നമ്മൾ ടോട്ടൽ ഇതിൽ ചിലവാക്കിയത് 600 അതിൽ 238 ഇപ്പൊ തന്നെ വന്നു. 69 ഇനി ഇപ്പൊ തന്നെ വിഡ്രോ ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. ഇനി ഈ കാണുന്ന 69 ഞാനിപ്പോ വിഡ്രോ ചെയ്ത് കാണിക്കാം. ഓക്കെ, അതിന് നമ്മൾ ഓപ്ഷനിൽ നിന്ന് വിഡ്രോ എടുക്കുക. വിഡ്രോ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഹലോ, 10 മുതൽ എത്രയും നമുക്ക് വിഡ്രോ ചെയ്യാം. അതിന്റെ ചാർജ് ആയിട്ട് വരുന്നത് 10% അപെക്സ് ആണ്. പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആണ്. കാരണം ട്രസ്റ്റ് വാലറ്റിലേക്ക് നേരിട്ടാണ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് വരും. നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 മിനിറ്റിനകം അത് വരുന്നതാണ്. വിഡ്രോ നൗ കൊടുക്കാം. മെയിൻ ബാലൻസ് പിന്നെ 69 അല്ല കണ്ടത്, എത്ര കണ്ടത് 60 നെറ്റ് കുറച്ച് സ്ലോ ഉണ്ട്. 69.125 ഉള്ളത്. അപ്പൊ നമുക്ക് 69 വിഡ്രോയിൽ കൊടുക്കാം. 69 എന്ന് എഴുതാം. കൺഫേം കൊടുക്കാം. ആണ് നമ്മൾ എല്ലാം കാണിക്കുന്നുണ്ട്. 69 റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫീസ് ആയിട്ട് 10% എന്ന് പറയുമ്പോൾ 6.9 പോകും. നമുക്ക് കിട്ടുന്നത് 62.1 കിട്ടും. അപ്പൊ 69 വിഡ്രോ കൊടുക്കുമ്പോൾ 6.9 കഴിഞ്ഞ് 62 നമുക്ക് കിട്ടും. 62.1 കിട്ടും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ബാലൻസിന് എത്ര ഉണ്ടെന്ന് ഇവിടെ കാണിക്കും. നമ്മളെ BSC അഡ്രസ് ഓട്ടോമാറ്റിക് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അത് നമ്മളൊന്നും ചെയ്യാറില്ല, അത് ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഇനി നമ്മൾ വേണ്ടത് ഇവിടെ OTP അടിച്ചു കൊടുക്കണം. OTP അടിക്കണമെങ്കിൽ ഇവിടെ ആദ്യം ഈ സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഇമെയിലിലേക്ക് OTP വരും. ഇമെയിലിൽ പോവുക, ആ OTP എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അടിക്കുക. എന്നിട്ട് ഈ സബ്മിറ്റ് വിഡ്രോവൽ എന്ന് കൊടുക്കുക. അത്രേ പണിയുള്ളൂ. ഓക്കെ, ഞാൻ OTP സെൻഡ് ചെയ്യാണ്. OTP സെൻഡ് ടു ഇമെയിൽ എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇമെയിൽ എടുക്കാം. OTP ഇവിടെ വന്നിട്ടുണ്ട്. 11,763. കോപ്പി എടുക്കുക, ഇവിടെ കൊണ്ടുവരുന്നു, പേസ്റ്റ് ചെയ്യുന്നു, സബ്മിറ്റ് വിഡ്രോവൽ അടിക്കുന്നു. വിഡ്രോവൽ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സെൻഡ്. കണ്ടോ, അത് പോയി. ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. നമ്മൾ ചെയ്ത 69 കാണിക്കുന്ന. ഓക്കെ, 62 പോയിന്റ് ആണ് ചാർജ് കഴിഞ്ഞിട്ട്. ചാർജ് 6.9. ചാർജ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് 62.1. റേറ്റ് ഒരു അപെക്സിന് 1 അപെക്സ് എന്നുള്ളത് തന്നെയാണ്. ആകെ കിട്ടുക 62.1 നമുക്ക് കിട്ടും ട്രസ്റ്റ് വാലറ്റിലേക്ക്. നേരത്തെ ഞാൻ കൊടുത്ത 1, 2, 3, 4 ഇവിടെ കംപ്ലീറ്റഡ് കാണിക്കുന്നുണ്ട്. 5-ാം തീയതി, 7-ാം തീയതി, 13, 19 കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കംപ്ലീറ്റഡ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ കൊടുത്തത് പെൻഡിങ് കാണിക്കുന്നുണ്ട് 29-ാം തീയതി.
ഒരു കുറച്ച് സമയം, ഒരു 2-3-4 മിനിറ്റിനകം ഇതും ഇവിടെ കംപ്ലീറ്റഡ് ആയി വരും. നമുക്ക് വീണ്ടും ഡാഷ്ബോർഡിലേക്ക് പോയി നോക്കാം. 69 പോയി. ഇപ്പൊ 1.25 എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ടോട്ടൽ വിഡ്രോ കൊടുത്ത അപെക്സ് ഇപ്പോൾ 238 മാറിയിട്ടുണ്ട്. വ്യൂ ഓണിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആണോ കഴിഞ്ഞ 29/41 കൊടുത്തത് ഇപ്പൊ കണ്ടില്ലേ. ഇപ്പൊ ഇതുവരെ ഉള്ളത് ഞാൻ പിൻവലിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ പിൻവലിച്ച 69 പിൻവലിച്ചു കഴിഞ്ഞു. ഇനി പോസ്റ്റ് ബാലൻസ് ഉള്ളത് 0.125 കാണിക്കുന്നുണ്ട്. ഇനി നാളെ മുതൽ വീണ്ടും ഇവിടെ 6.82 വെച്ചിട്ട് ഓരോ ദിവസവും നമുക്ക് വരും. ഓക്കെ, ഇങ്ങനെയാണ് ഉള്ളത്. വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് ട്രസ്റ്റ് വാലറ്റ് തുറന്ന് നോക്കാം. ട്രസ്റ്റ് വാലറ്റിൽ എത്തിയിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ട്രസ്റ്റ് വാലറ്റിൽ ഇപ്പൊ 76 അപെക്സ് ആണ് കാണിക്കുന്നത്. അത് എനിക്ക് തോന്നണം നേരത്തെ ഉള്ളതാണ്. 39 2 പ്രാവശ്യം ഞാൻ ചെയ്തതാണ്. അവിടെ 76 കാണിക്കുന്നത്. അപെക്സിന്റെ വില കാണിക്കുന്നുണ്ടോ നിങ്ങൾ അടിയിൽ? 8.85% ഉയർന്നിട്ടുണ്ട് അപെക്സിന്റെ വില. 3 ഉണ്ടായിരുന്നത് ഇപ്പൊ 5 തന്നെ എത്തി. അതങ്ങനെ കൂടിപ്പോവും. ഇപ്പൊ ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇപ്പൊ ഇത് എത്തിയിട്ടില്ല. ഒരു 5 മിനിറ്റിനകം സാധാരണ എത്താറുണ്ട്. നമുക്ക് നോക്കാം. ട്രസ്റ്റ് വാലറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അഥവാ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ട്രസ്റ്റ് വാലറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമുക്ക് തുറന്നു നോക്കാം. അതെ, 62.1 ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം 138 മാറിയിട്ടുണ്ട്. മുകളിൽ കണ്ടില്ല 138 കാണുന്നുണ്ട്. ഇപ്പൊ വന്ന 62.1 ഇതാ കാണുന്നുണ്ട്. 62.1 എന്നുള്ളത് നിലവിലെ വില അനുസരിച്ച് 3.40 138.1 എന്നുള്ളത് നിലവിലെ വില അനുസരിച്ച് $7.60. അപ്പോൾ ഇത്രയും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ നേരത്തെ പെൻഡിങ് എന്ന് കാണിച്ചത് കംപ്ലീറ്റഡ് ആയോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓപ്ഷൻ എടുത്തിട്ട് അതിൽ റിപ്പോർട്ട്സ് ലോഗ്സ് എന്നുള്ളതിലെടുത്തിട്ട് വിഡ്രോ ലോഗ് എടുക്കുക. വിഡ്രോ ലോഗ് എടുക്കുമ്പോൾ നമുക്കതിൽ കാണാൻ പറ്റും. വിഡ്രോ ചെയ്തത് 69, അതിൻ്റെ അതാ ഇവിടെ കംപ്ലീറ്റഡ് ആയി കാണിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നിലവിലെ വില അനുസരിച്ച് പെട്ടെന്ന് അത് വാങ്ങി സ്റ്റേക്ക് ചെയ്യാനൊക്കെ പറ്റും. ബിറ്റ്മാർട്ട്, എൽബാങ്ക്, XT.com തുടങ്ങിയ ലിസ്റ്റ് ചെയ്യപ്പെട്ട എക്സ്ചേഞ്ചുകളിൽ നിന്ന് അതിൽ USDT ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് വാങ്ങാം. അത് വാങ്ങിയിട്ട് നേരെ ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊണ്ടുവരിക. ട്രസ്റ്റ് വാലറ്റിൽ അപെക്സ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഇതിന് എത്രയാണോ കാശ്, ആ കാശ് അത് അറിയുന്ന ലീഡർമാർക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ട് അവർ നേരിട്ട് നമുക്കത് നിക്ഷേപിച്ച് തരുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതായത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് നല്ല നിലക്ക് നടക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.